ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് ഈവനിങ്. അപ്പം ഞാൻ നേരത്തെ വന്നു കേട്ടോ. ആര്യൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വീട്ടിലെത്തി. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും എന്തേ ആര്യൻ ഇവിടെ താഴെ ഇരുന്ന് പടമൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വീഡിയോ എടുക്കാമെന്ന് നിന്നപ്പോഴത്തേക്കും അവന് ഇഷ്ടമല്ല അങ്ങനെ വീഡിയോ എടുക്കുന്നത്. പടമൊക്കെ വരച്ച് കഴിഞ്ഞിട്ടേ നമ്മളെയാലും കാണിച്ചു തരുള്ളൂ. അപ്പോഴോർത്ത് ടോബിയെ കാണാനില്ലല്ലോ എന്ന്. അങ്ങനെ ടോബിയെ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അവിടെ ആ ഷീറ്റിൻ്റെ മേളിലേക്ക് ചാടണ ഒച്ച കേട്ടെന്ന്. അപ്പം ഞാൻ ഓർത്തൊന്ന് നോക്കാമെന്ന്. കാരണം ഈ കണ്ടം പൂച്ചയൊക്കെ ഉണ്ട്. അപ്പം അവൻ കുഞ്ഞല്ലേ, അവർ ഓടിക്കുമ്പോൾ അവന് ഓടി രക്ഷപ്പെടാൻ പറ്റൂല. അപ്പം എന്നാൽ പിന്നെ അവനൊന്ന് നോക്കിയേച്ച് വരാമെന്ന് ഓർത്ത് ചെന്നപ്പോഴത്തേക്കും എന്തേ ഷീറ്റിൻ്റെ മേളിൽ തന്നെ ഇരിപ്പുണ്ട്. അവനെ ഞാൻ ചെന്ന് വിളിക്കണുണ്ട്, പക്ഷെ വരണില്ല അവൻ. ഞാൻ ആദ്യം ഓർത്തിന് പേടിച്ചിട്ട് ഇറങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ പേടിച്ചിട്ടിരിക്കണേന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നുമല്ല, പുള്ളി വരാത്തോണ്ടാണ്. ഞാൻ കൈ കാണിച്ചിട്ട് പുള്ളിക്ക് യാതൊരു മൈൻഡും ഇല്ല. പിന്നെ ചെന്ന് കൈ കാണിച്ചപ്പോഴത്തേക്കും എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കോട്ടുവായൊക്കെ ഇട്ട് അവിടെ ഇരിക്കണേ. എന്നാൽ പിന്നെ അവിടെ അങ്ങ് ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് ചെടിയുടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞങ്ങ് പോയിട്ടോ. കുറച്ച് ചെടിയേ ഉള്ളൂ, അങ്ങനെ കുറേ ചെടിയൊന്നുമില്ല. ഈ ചെടിയില്ലേ, ഇത് ഞാൻ എല്ലാവരും വീട്ടിൽ നിൽക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെടി. പക്ഷെ ആരും പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കമ്പൊന്നും ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ദിവസം മരട്ടിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ നട്ടതാട്ടോ. ഇത് നല്ല ഭംഗിയല്ലേ എൻ്റെ പൂ കാണാനായിട്ട്. പേരൊന്നും അറിയില്ല. ഇതും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ചെടിയുടെ ഒരു കമ്പ്, ചെറിയ കമ്പായിരുന്നു. പൂവൊന്നും ഉണ്ടായില്ല. വെട്ടിക്കളയാന്ന് ബിബി പറഞ്ഞപ്പോഴാണ് അതിനകത്ത് പൂവുണ്ടായത്. പിന്നെയും ചെന്ന് അവനെ തോണ്ടാൻ ഇറങ്ങടാന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് ഞാൻ കൈ കാണിക്കുന്നത് അവൻ്റെ കൂടെ കളിക്കാനാണെന്നും വെച്ചിട്ടാണ് അവനിരിക്കണത്. അവൻ എൻ്റെ കയ്യിൽ തിരിച്ച്, ഞാനിങ്ങനെ കൈ കാണിക്കുമ്പോൾ തിരിച്ച് എൻ്റെ കൈ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അവന് അങ്ങനെ പേടിച്ചിട്ടിരിക്കണമല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ടില്ല ഇവനിങ്ങനെ ഷീറ്റിൻ്റെ മേളിലൊന്നും കയറണം. അപ്പോൾ അമ്മ പറഞ്ഞ് പകലെപ്പോഴും കയറുമെന്ന്. ഞാനിവിടെ പകലില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇവനിങ്ങനെയൊന്നും പിടച്ച് കയറണത്. ഞാൻ വരുമ്പോൾ അവൻ എൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ആര്യനോട് പറഞ്ഞ് അവൻ്റെ ഫുഡിൻ്റെ പാക്കറ്റൊന്ന് കൊണ്ടുപോകാടാ, അത് കാണിച്ച് ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണിച്ചപ്പോൾ പുള്ളി ഒന്ന് ഇറങ്ങാമെന്നൊക്കെ പുള്ളിക്കൊരു തോന്നലുണ്ടായിട്ടോ. പുള്ളി നൈസായിട്ട്, പക്ഷേ ഇറങ്ങിയ സ്ഥലം മറന്നുപോയി എന്ന് തോന്നുന്നു. അവസാനം പുള്ളി കണ്ടുപിടിച്ച്. അങ്ങനെ ആ മതിൽ ചാടി, നമ്മുടെ വാട്ടർ ടാങ്കിലും എടുത്ത് ചാടി പുള്ളി താഴെ എത്തി. അങ്ങനെ ഫുഡ് കണ്ടപ്പോൾ വേഗം അതിൻ്റെ ആ പാക്കറ്റിൽ അടുത്തോട്ട് വേഗം ഓടി വന്നിട്ടോ. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ഇന്നിപ്പോൾ മുള്ളൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ മുള്ളനാണ്, അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആര്യൻ്റെ ബർത്ത്ഡേ ആയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച്. അപ്പോൾ അതെനിക്ക് ചെറുതായിട്ടൊരു അലർജി ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.